വെൽക്കം ബാക്ക്. ബാല അമൃത സുരേഷ്, അതായത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കോൺട്രവേഴ്സി കൊണ്ടുവന്ന് നാറ്റിക്കുന്ന സ്വഭാവം പ്രധാനമായി ഉണ്ടായിരുന്നത് ബാലയ്ക്കായിരുന്നു. അമൃത സുരേഷും ആ ഒരു മേഖലയിലേക്ക് എത്തിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ പിന്നണിയിൽ വന്നിരിക്കുന്നത് ഈ പറഞ്ഞ പാപ്പു എന്ന കുട്ടിയാണ്. പാപ്പുവും കൂടെ ഈ ഒരു മേഖലയിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട വീഡിയോകളൊക്കെ ഇവരുടെ കുടുംബ കലഹങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ഡിവോഴ്സായി രണ്ടുപേരുടേതായ ജീവിതങ്ങൾ തേടി പോയവരാണ്. അതിനുശേഷവും ഇവരുടേതായ കുടുംബ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഇട്ട് അലക്കി സ്വയം പല്ലിട കുത്തി നാറ്റിക്കുന്ന രണ്ട് പ്രമുഖ വ്യക്തികളെന്ന് വേണമെങ്കിൽ പറയാം. എനിവേ, ഈ ഒരു വിഷയത്തിൽ എല്ലാവർക്കും അവരുടെ ഭാഷ്യങ്ങളുണ്ട്. അതായത് ബാലയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അമൃതയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ബാലയെ പണ്ട് മുതലേ, അതായത് ബാലയ്ക്ക് വയ്യാതായ കാലം തൊട്ടേ ബാലയെ അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നാൽ കമ്പാരിറ്റീവ്ലി അമൃതയ്ക്കാണ് കുറച്ച് കൂടുതൽ സപ്പോർട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, ഇന്നലെ ബാലയുടെ ഡ്രൈവറായിരുന്ന ഒരു വ്യക്തി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അത് വളരെ വൈറലായിരുന്നു ഇന്നലെ. സോ ആ ഒരു വീഡിയോ നമുക്ക് കുറച്ചൊന്ന് കണ്ടതിന് ശേഷം എന്താണ് ഇവിടെ ബാലയ്ക്കും അല്ലെങ്കിൽ അമൃതയ്ക്കും ഇടയിൽ സംഭവിച്ചത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ ആവശ്യം ഈ രണ്ട് കൂട്ടർക്കും ഉണ്ടോ? ഇവിടെ ആർക്കാണ് പിഴവ് സംഭവിച്ചത്? ഈ ഡ്രൈവർ എന്ന് പറയുന്ന വ്യക്തി പറയുന്നതൊക്കെ ഉള്ളതാണോ? അതൊക്കെ വിശ്വസിക്കാൻ സാധിക്കുമോ? ഇതും ഇതുപോലെ തന്നെ പാപ്പുവിനെ കൊണ്ട് പറയിച്ചു എന്ന് പറയുന്ന പോലെ ഡ്രൈവറിനെ കൊണ്ട് ഇവർ പറയിച്ചതല്ലേ? അതുപോലെ തന്നെ ഈ ഡ്രൈവറെ ബാല ഇടിച്ച് രക്തം വന്നു എന്നൊക്കെ പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ട്? സോ ബാലയ്ക്ക് ഇതിനെക്കുറിച്ചൊരു ഭാഷ്യം ഉണ്ടാവും. ബാല അത് പറയാൻ വേണ്ടി ഉടനെ രംഗത്തെത്തിയേക്കാം. എനിവേ, ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഹായ്, ഞാൻ ഇർഷാദ്. ഞാൻ ബാലയുടെയും അമൃത ചേച്ചിയുടെയും ഡ്രൈവറായിരുന്നു. 2010 ഞാൻ ബാലയുടെ ഡ്രൈവറായിട്ട് കയറിയത്. അവരെ കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവരൊപ്പം കൂടിയത്. അവർ പിരിയുന്നവരെ ഞാൻ അവരെ കൂടെ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ബാല ചേച്ചിനെ ഉപദ്രവിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിരിഞ്ഞ ശേഷം ഞാൻ നേരെ ചേച്ചിയോടൊപ്പം പോവുകയും ചെയ്തു. കാരണം പോകാൻ കാരണങ്ങളുണ്ട്. കാരണം ചേച്ചിനെ പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്യണതും, പിന്നെ എനിക്കന്ന് 18 വയസ്സ്, അന്നവരെയും പുള്ളിക്കാരൻ അടിച്ച്. പ്രധാനമായും അന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബാല എന്ന് പറയുന്ന വ്യക്തിയെ അങ്ങോട്ട് പോയി ഇവർ ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് പോയി ഇവര് അപ്രോച്ച് ചെയ്ത് കല്യാണം കഴിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാലയുടെ പണത്തിൽ തന്നെയാണ് ഇവർ വീണത്. ഇന്നത്തെ കാലത്ത് ഇവരെ സംബന്ധിച്ച് ബാല ഒരു വലിയ ഒരു അപ്രാപ്യമായ ഒരു മലയായിരുന്നു. ഇന്ന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിവേ, അത് കണ്ട് കണ്ണ് മഞ്ഞളിച്ച് തന്നെയാണ് അമൃതയുടെ അമ്മയും ബാലയുടെ പുറകെ പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അമൃതയെ പോലൊരു പെൺകുട്ടിക്ക് നമ്മുടെ നാട്ടിൽ പയ്യന്മാരെ കിട്ടാനായിട്ടൊന്നും അല്ല, ഈ സിനിമാ ഫീൽഡിൽ ഒന്നും അല്ലാത്ത ആൾക്കാർ, ഡോക്ടേഴ്സ് പോലും അമൃതയെ കെട്ടാൻ തയ്യാറായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അതൊന്നുമില്ലാതെ ബാലയുടെ പുറകെ പോയത് വലിയ സാമ്പത്തികവും ഈ പറഞ്ഞ സ്റ്റാർഡവും സെലിബ്രിറ്റി സ്റ്റാർഡും ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ബാലയ്ക്ക് അത് അന്നുണ്ടായിരുന്നു. അങ്ങനെ കല്യാണം കഴിച്ചതിന് ശേഷം ഈ പറഞ്ഞ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു. ബാല ഒരു സൈക്കോപാത്ത് ആണെന്നുള്ള കാര്യം നമ്മൾ മറച്ചു വെക്കാൻ പാടില്ല. ബാല വളരെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്, വളരെ ലവബിൾ ആണ്, വലിയ രീതിയിൽ തന്റെ കൂടെ നിൽക്കുന്നവരെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ സ്നേഹിച്ച് കൊല്ലുന്ന ഒരു രീതിയാണ് ബാലയുടെ ഞാൻ മനസ്സിലാക്കുന്നത്. സോ എല്ലാവർക്കും അതൊരു സുഖകരമായി തോന്നത്തില്ല. ആദ്യമൊക്കെ തോന്നും, പക്ഷേ പിന്നീട് ഇതൊരു വലിയ ശല്യമായി മാറും. അത് തന്നെയാണ് ബാലയുടെ കാര്യത്തിലും സംഭവിച്ചത്. ഞാൻ ഇന്നലെ ചേച്ചിയുടെയും പാപ്പുവിൻ്റെയും വീഡിയോ കണ്ടിരുന്നു. പാപ്പുവിൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന് കമൻറ്റ് ഞാൻ വായിച്ചു, പാപ്പുവിനെ കൊണ്ട് ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണെന്ന്. ഒരിക്കലും ചേച്ചിയോ അമ്മയോ അബിയോ ആരും പറഞ്ഞ് ചെയ്യിപ്പിക്കില്ല. കാരണം പാപ്പുവിനെ മീഡിയയുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ അവർക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പണ്ടേ ഇവർക്ക് ചെയ്യിപ്പിക്കായിരുന്നു. 14 വർഷമായിട്ട് എന്നോട് ഇതുവരെയും ഈ ഡ്രൈവർ പറയുന്നതിൽ ഒരു പൊരുത്തക്കേട്, അതായത് ഈ പറഞ്ഞ പാപ്പു എന്ന് പറയുന്ന കുട്ടി ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇടുന്നത് അവരുടെ അറിവോടെ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. തീർച്ചയായും അവർക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു. ആ കുട്ടി ഇട്ട വീഡിയോ അവരുടെ അറിവോടെ അല്ല, അവരെ ധിക്കരിച്ചുകൊണ്ട് ഇട്ടയാണെന്ന് പറയുകയാണെങ്കിൽ നാളെ ഇതിലും വലിയ പോക്കൃത്തരം ഈ കുട്ടി കാണിക്കുകയാണെങ്കിൽ ഇവരെങ്ങനെയാണ് കുട്ടിയെ ശാസിക്കുക? ഒരിക്കലും അത് പറയുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിക്കാൻ കഴിയില്ല. അമ്മയോ അബിയോ ആരും പറഞ്ഞ് ചെയ്യിപ്പിക്കില്ല. കാരണം പാപ്പുവിനെ മീഡിയയുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ അവർക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പണ്ടേ ഇവർക്ക് ചെയ്യിപ്പിക്കായിരുന്നു. 14 വർഷമായിട്ട് എന്നോട് ഇതുവരെയും അമ്മയായാലും ചേച്ചിയായാലും അബിയായാലും അച്ഛൻ മരിച്ചുപോയി, അച്ഛനായാലും ഇതുവരെയും എന്നോട് പറഞ്ഞിട്ടില്ല അവർ. ഇർഷാദെ, ഇതുവരെ ഇർഷാദിനോട് പറഞ്ഞിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഇർഷാദിനോട് പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരണമെന്ന് അമൃതയ്ക്ക് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ ഇർഷാദിനോടും അമൃത പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. സോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇർഷാദ് ഈ വീഡിയോ ചെയ്തത്. ഇവിടെ ഇർഷാദ് പറയുന്ന പല കാര്യങ്ങളും ശരിയായിരിക്കാം. ബാല ഇതേപോലെ സൈക്കോപാത്ത് ആയിരിക്കാം, ഇർഷാദിനെ തല്ലിയിട്ടുണ്ടാവാം, അമൃതയെ നിരന്തരമായി തല്ലിയിട്ടുണ്ടാവും, പീഡിപ്പിച്ചിട്ടുണ്ടാവും, ഒക്കെ ശരി തന്നെ. പക്ഷെ ഇവിടെ അമൃത ഈ ഒരു ബന്ധത്തിന് ശേഷവും അമൃതയെ ജനങ്ങൾ വെറുക്കാനുണ്ടായിരുന്ന പ്രധാന കാരണം അത് ആ കമന്റുകളിൽ നിന്നൊക്കെ വ്യക്തമാണ്.
ഈ ഗോപി സുന്ദർ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ പ്രത്യേകിച്ച് വർണ്ണിക്കേണ്ട ആവശ്യമില്ല. സ്ത്രീകളെ ബോധിക്കാൻ വേണ്ടി ശബ്ദം ചെയ്തൊരു മനസ്സാണ് അദ്ദേഹത്തെ ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം അതൊരു ശബരിയായി കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ പണിയായുധങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് വരുന്നവരെ അത് തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അത്തരം ഒരു വ്യക്തിയെ ഈ പറഞ്ഞ അമൃത പോയി കല്യാണം കഴിച്ചത്, അതായത് പട്ടി ഓടിക്കുമ്പോൾ പേടിച്ച് പുലിമടയിൽ പോയി കയറുക. നമ്മളിത് മനസ്സിലാക്കേണ്ട കാര്യം, അതായത് അമൃത ബാലയെ ഉപേക്ഷിച്ചു. ഒന്നീ അമൃതയെ കല്യാണം കഴിക്കാതിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് അന്തസ്സുള്ള കുറച്ച് ഡീസന്റ് ആയിട്ട് ജീവിക്കുന്ന ഒരാളെ കെട്ടുവാണെങ്കിൽ നമുക്ക് ചിന്തിക്കാം, ഒരു കുടുംബ ജീവിതം ആഗ്രഹിച്ച് കെട്ടുവാണെന്ന്. ഇവിടെ അമൃത ചെയ്തത് തനി ആഭാസനായ പെണ്ണുപിടിയനായ ഒരു വ്യക്തിയെ തൻ്റെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടുന്നു. വലിയ രീതിയിൽ ആഡംബര ജീവിതം നയിക്കുന്നു. റീൽസ് ഇടുന്നു, പാട്ടിടുന്നു, അതിടുന്നു, മറിച്ചിടുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആൾക്കാർക്ക് പറയാം, അതായത് അത് അമൃതയുടെ ഇഷ്ടമാണ് ആൾക്കാരെ ചൂസ് ചെയ്യുന്നത്. പക്ഷേ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്താണ് ചിന്തിക്കുന്നത്? അമൃത എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിത്വത്തെ ഇത് അളക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതായത് ബാലയിൽ നിന്ന് രക്ഷപ്പെട്ട് പോയ ഈ അമൃത ചൂസ് ചെയ്തേക്കുന്ന വ്യക്തി ആരാണ്? എന്താണ് അതിന്റെ ആവശ്യം? ഒരുപക്ഷെ സിനിമാ മേഖലയിൽ പാട്ടുകൾ കിട്ടും. ഗോപി സുന്ദർ തെലുങ്കിലടക്കം പാട്ട് ചെയ്യുന്ന പ്രഗത്ഭനായ സംവിധായകനാണ്. സോ അത്തരം ഒരു അവസരം കിട്ടുമെന്ന് കരുതി ആയിരിക്കാം. കാരണം ജീവിക്കാൻ അവസരങ്ങൾ വേണം. സ്വന്തം ഭർത്താവായ ഗോപി സുന്ദർ വഴി കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. സോ ആ ഒരു ചിന്താഗതി കൊണ്ടായിരിക്കാം പോയിരിക്കുന്നത്. പക്ഷേ ഗോപി സുന്ദറിന്റെ ഒരു ഹിസ്റ്ററി ഒന്ന് ചെക്ക് ചെയ്യേണ്ടിയിരുന്നു. ഈ ഗോപി സുന്ദറിനെ കെട്ടിയതും ഒരിക്കലും പാപ്പുവിന് സ്കൂളിൽ ഒരു അന്തസ്സുണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നില്ല. അപമാനം തന്നെയാണത്. സോ അമൃത ചെയ്ത ആ ഒരു പ്രവൃത്തി കൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദം ഓഡിയൻസ് അമൃതയ്ക്കെതിരെ തിരിഞ്ഞത്. ആ ഒരു പ്രവൃത്തി ഒരിക്കലും ഒരു മലയാളിക്കും ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ചേച്ചിയോട് പ്രതികരിക്കാൻ പറയുമ്പോഴും ചേച്ചി എന്താ സൈലന്റ് ആയി പോയത്? വേണ്ട, ഞാൻ അത് ചേച്ചി പ്രതികരിച്ച് ആ കൊച്ചിനെ അതിൻ്റെ ഒത്ത് ഇൻക്ലൂഡാക്കി. അതിൻ്റെ പേരിലൊക്കെ ചേച്ചിയും ഒന്നും ഇത്ര നാളൊന്നും പ്രതികരിക്കാതിരുന്നത്. അപ്പോൾ നിങ്ങളോടെല്ലാവരോടുള്ളൊരു അപേക്ഷയാണ്, ഈ വീഡിയോ കാണുന്നവരുടെ അപേക്ഷ. സത്യസന്ധമായ കാര്യങ്ങളാണ് അമൃത ചേച്ചിയും പാപ്പും എന്ന് പറഞ്ഞത്. ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ പറഞ്ഞത്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് മീഡിയക്കാരോട്, നിങ്ങളും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇനിയെങ്കിലും നിങ്ങൾക്ക് സത്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കൊച്ചു മനസ്സിൽ കള്ളമില്ല എന്ന് നമ്മളെല്ലാവരും ചെറുപ്പം തുടങ്ങി കേൾക്കുന്നതല്ലേ. കൊച്ചു മനസ്സിൽ കളങ്കമില്ല. അപ്പോൾ ഇനിയും ബാലെ അവരെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് ഇതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അതുമായി വരും. എനിക്ക് ഇത്ര ഇപ്പോൾ പറയാനുള്ളൂ. കാരണം ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഇത്രയും പറയാനുള്ളൂ. ഞാൻ ഇനിയും ഇതുപോലെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും പറയാനുണ്ട്. ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്ന ബാല ഒരുപക്ഷെ രംഗത്ത് വരിക, ഒരുപക്ഷെ ഈ പറഞ്ഞ അർഷാദുമായിട്ട് അമൃതയ്ക്ക് അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കാം. സ്വാഭാവികമാണ്. ഈ അർഷാദ് ഒരു ഗുണ്ടയാണ്, ബാലയെ ഉപദ്രവിച്ചിട്ടുണ്ട്, അമൃതയെ നേരത്തെ അവന് കണ്ണുണ്ടായിരുന്നു എന്നൊക്കെ ഒരുപക്ഷെ പറഞ്ഞേക്കാം. അത് കാത്തിരുന്ന് കാണുക. എനിവേ അർഷാദിന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ സ്വാഭാവികമായും ബാലയ്ക്ക് കൂടുതൽ സംശയം അവിടെ ഉണ്ടാവത്തുള്ളൂ. സോ ചെയ്യേണ്ടുന്ന കാര്യം ഇത്തരം വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിലിട്ട് അലക്കാതിരിക്കുക. ബാലയുടെ ഒരു ക്യാരക്ടർ നമുക്കറിയാം. ബാല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പറയട്ടെ എന്ന് കരുതി കണ്ണടയ്ക്കുക. ഒരിക്കലും ഈ പറഞ്ഞ പാപ്പുവിനെയോ അല്ലെങ്കിൽ നിങ്ങൾ സ്വമേധയോ ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും ഈ വിഷയം സംസാരിക്കുന്നത് തന്നെ അനാവശ്യമാണ്. അമൃത ആൾക്കാർ വെറുക്കാനുള്ള പ്രധാന കാരണം ഗോപി സുന്ദറിനെ വേളി കഴിച്ചാണെന്നുള്ള സത്യം അമൃത മനസ്സിലാക്കി പറ്റിയ തെറ്റ് തിരുത്തി മുന്നോട്ട് പോവുക. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ തന്നെ അമൃതയുടെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഒരുപാട് കാര്യങ്ങൾ അമൃത പറയുന്ന സത്യമാണ്. ഉപദ്രവം നേരിട്ടിട്ടുണ്ട്, പീഡനം നേരിട്ടിട്ടുണ്ട്, ഒക്കെ സത്യമാണ്. പക്ഷെ അവിടെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി പലയിടത്തും ഫീൽ ചെയ്തു. ബാലയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോഴും ഞാൻ പറയുന്ന ബാല ഇന്നസെന്റ് ആണ്. പക്ഷേ ബാലയുടെ ഈ അമിത സ്നേഹം, അതുപോലെ തന്നെ ബാലയുടെ റിവഞ്ചുകൾ അതൊരിക്കലും ഭൂഷണമല്ല. സോ ഒരിക്കലും അർഷാദിനെ പോലുള്ള ആൾക്കാരെ ഒന്നും ഒരു വെപ്പണായി ഉപയോഗിക്കാൻ പാടില്ല. പാപ്പുവിനെ ഒരു വെപ്പണായി ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവത്തില്ല. ബാലയെ കൂടുതൽ പ്രകോപിതനാക്കാനേ കഴിയുള്ളൂ. അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഈ പറഞ്ഞ പാപ്പുവിന് തന്നെ ആയിരിക്കും. ബാല വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയും. ബാലയ്ക്ക് ഒരു ലൈസൻസ് ഉള്ള ഒരാളല്ല. പാപ്പുവിന്റെ കാര്യത്തിൽ തന്നെ പാപ്പു പറഞ്ഞ പല കാര്യങ്ങളും സത്യമാണെങ്കിലും എന്തുവായാലും പാപ്പുവിന്റെ തന്തയാണ് ഈ ബാല. മകളെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയിപ്പിക്കാതിരിക്കുക. തന്തയെന്ന് പറയുന്ന വ്യക്തി എന്തെങ്കിലും അവിടെ നിന്ന് പറഞ്ഞോട്ടെ. മകളെ രംഗത്തിറക്കി ഇത് പറയിപ്പിക്കാതിരിക്കുക. അത് ഞങ്ങളുടെ അറിവോടെ അല്ല എന്ന് പറയുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. അതാണ് ഇതിൽ നിന്ന് മുക്തി നേടാനുള്ള മാർഗമായിട്ട് ഞാൻ കാണുന്നത്. ഈ രണ്ട് കൂട്ടറിലും വലിയ മിസ്റ്റേക്കുകളുണ്ട്. രണ്ട് കൂട്ടരും അത്ര നല്ലവരൊന്നുമല്ല. രണ്ട് കൂട്ടരും കാണിക്കുന്നത് ഊളത്തരം തന്നെയാണെന്ന് പറയാതെ വയ്യ. എനിവേ കമ്പാരിറ്റീവ്ലി ഒരു സ്ത്രീ ആയതുകൊണ്ടും ഇത്രയും അധികം ത്യാഗങ്ങൾ സഹിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് അമൃതയെ സപ്പോർട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ബാല അടങ്ങി ഒതുങ്ങി ഇപ്പം കല്യാണം കഴിച്ച ആരാ എലിസബത്ത് രാജ്ഞി ആരോ ഉണ്ടല്ലോ, ഒരു കുട്ടികളുണ്ടോ, ഉണ്ടെങ്കിൽ അവരോടുകൂടി ജീവിതം എൻജോയ് ചെയ്ത് ജീവിക്കുക.
വെറുതെ ഈ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയങ്ങളിൽ തലയിടാൻ വരുന്നത്. മാത്രമല്ല ബാല ഓൾറെഡി ഒരു മോശം ഇമേജ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ബാല ആ ഇടയ്ക്ക് ആ വലിയ കണ്ണാടിയൊക്കെ വെച്ച് ഇത്രയും വലിയ കണ്ണാടിയൊക്കെ വെച്ച് വീഡിയോ ചെയ്യുമ്പോഴേ എനിക്ക് തോന്നിയത് ബാലയ്ക്ക് എന്തോ സാങ്കേതിക പ്രശ്നമുണ്ട്. നോർമൽ ആയിട്ടുള്ള ഒരാൾ ഒരിക്കലും ബാലയുടെ കൂടെ ഒന്നും താമസിക്കത്തില്ല. ബാല സൈക്കോപാത്താണെന്ന് പലവട്ടം തോന്നിയിട്ടുണ്ട്. സോ അത് അടിവരയിടുന്ന കാര്യങ്ങളാണ് ബാല ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബാല ഈ പറഞ്ഞ ലൈവിൽ വന്ന് കരയുമ്പോഴും ബാലയുടെ ആ ഒരു വിഷമം കാണുമ്പോൾ നമുക്കും വിഷമം വന്നേക്കാം. ബാലയും നല്ല അഭിനേതാവാണ്. ഇപ്പോൾ അമൃതയും അത്യാവശ്യം അഭിനയിക്കാൻ അറിയാവുന്ന ഒരാളാണ് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അത്യാവശ്യം അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ രണ്ടുപേർക്കും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവളുടെ നല്ല ഭാവിക്ക് വേണ്ടി രണ്ടുപേരും വെടി നിർത്തൽ പ്രഖ്യാപിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.